വിമാനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞ പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതയുടെ വിയോഗ വാർത്ത ഉൾക്കൊള്ളാനാകാതെ ജന്മനാട്. രഞ്ജിതയുടെ കുഞ്ഞുങ്ങളെയും പ്രായമായ അമ്മയെയും എങ്ങനെ ആശ്വസിപ്പിക്കും എന്നറിയാതെ നിസ്സഹായാവസ്ഥയിലാണ് വീട്ടിലേക്ക് എത്തുന്ന എല്ലാവരും. DNA പരിശോധനകൾക്കായി രഞ്ജിതയുടെ സഹോദരൻ രതീഷ് ഇന്ന് വൈകിട്ട് അഹമ്മദാബാദിലേക്ക് പുറപ്പെടും. കണ്ണീരിലാണ് നാട്. രഞ്ജിതയുടെ മക്കൾ ഇന്ദുചൂടനും ഇതികയും ഈ വീട്ടിലുണ്ട്. കരച്ചിലടക്കാനാകാതെ പ്രായമായ അമ്മ. ഇവരെ എന്തു പറഞ്ഞ് എങ്ങനെ ആശ്വസിപ്പിക്കുമെന്നറിയില്ല ഇവിടേക്ക് എത്തുന്നവർക്കാർക്കും. DNA സാമ്പിൾ സ്ഥിരീകരണമാണ് ഇനി പ്രധാനം. ഇതിനായി രഞ്ജിതയുടെ ഇളയ സഹോദരൻ ഇന്ന് വൈകിട്ട് അഹമ്മദാബാദിലേക്ക് പോകും. അപ്പോൾ ഇന്ന് തന്നെ രഞ്ജിതയുടെ സഹോദരങ്ങൾ അഹമ്മദാബാദിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം അവർ പോകും. അപ്പോൾ DNA സാമ്പിൾ എടുക്കുന്നത് ആവശ്യമെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് അവരവിടെ പോയി കഴിഞ്ഞതിന് ശേഷം മറ്റ് ഐഡൻറ്റിഫിക്കേഷൻ DNA സാമ്പിൾ എടുക്കണമെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഇത് ചെയ്യും. ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളും സ്വീകരിക്കുന്നതാണ്. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലെ നിരവധി ആളുകൾ ഇന്നലെയും ഇന്നുമായി വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഏറ്റവും വലിയ തീരാ ദുഃഖത്തിലാണ്. നമ്മൾക്ക് ഓർത്തെടുക്കാനോ വീണ്ടും കാണുവാനോ ഒട്ടും ആഗ്രഹിക്കാത്ത കാഴ്ചയായിരുന്നു അഹമ്മദാബാദിലെ ദുരന്തം. ഞാൻ തന്നെ പലപ്പോഴും യാത്ര ചെയ്തിട്ടുള്ള ഫ്ലൈറ്റാണ്. മനുഷ്യൻ്റെ ജീവിതം അത് എത്ര പെട്ടെന്നാണ് എല്ലാം ഒരു ഞൊടിയിടയിൽ ചാരമായി പോകുന്നത് എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നലെ രാത്രി തന്നെ വീട്ടിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചു. 10 വർഷത്തോളം നീണ്ട പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സർക്കാർ ആശുപത്രിയിലെ നഴ്സിംഗ് ജോലിയിലേക്ക് തിരികെ എത്താൻ തയ്യാറെടുക്കവെയാണ് രഞ്ജിതയുടെ അപ്രതീക്ഷിത വിയോഗം. സർക്കാർ ജോലിയിലെ അവധി അപേക്ഷ നീട്ടി നൽകുന്നതിനു വേണ്ടിയാണ് ലണ്ടനിൽ നഴ്സായ രഞ്ജിത 4 ദിവസത്തെ അവധിക്ക് നാട്ടിലെത്തിയത്. ഓണത്തിന് തിരികെ നാട്ടിലെത്താമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇത്തവണ വിമാനം കയറിയത്. ജനം, പത്തനംതിട്ട.